Hello friends, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മൾ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിപ്പോ മന്ത്ലി കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. സ്പാ, അതുപോലെ തന്നെ സ്മൂത്തനിങ്, അതേപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ നമ്മളാ ഒരു എല്ലാ മാസവും ചെയ്തു പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്തപ്പോൾ നിങ്ങളായിട്ട് ഇന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. പക്ഷെ നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് നമ്മളടുത്ത വീഡിയോ തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടിപ്സ് ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കണം. എന്തായാലും കണ്ടുവെക്കാം കേട്ടോ. നല്ല അടിപൊളി ടിപ്സ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് സ്മൂത്തനായിട്ട് നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് വളരെ എന്താ പറയാ തൂവൽ സ്പർശം എന്ന് പറയില്ല, അത്ര സോഫ്റ്റ് ആയിട്ട്, അതേപോലെ നമുക്ക് ഉള്ളു നന്നായിട്ട് വരുത്താനും അതേപോലെ നമുക്കിങ്ങനെ മുടിക്ക് ഡാമേജസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്മൂത്തനിങ് അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റനിങ് അങ്ങനെയുള്ള ഒരു ക്രീം പോലെ നമ്മളൊരു പാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓൾറെഡി ഞാനിപ്പോ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ചെയ്ത് ഉണങ്ങിയിട്ട് ഞാൻ എൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ടൊക്കെ ഞാൻ വീഡിയോ ആക്കിയതിന് ശേഷമാണ് ഇതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടറിയാം. ചെയറിന്ന് ബാക്കിലേക്ക് നീക്കിയത. ഓക്കെ, ഇതാ കണ്ടില്ലേ? അപ്പൊ അത്രയും സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കട്ടെ. അപ്പൊ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ ഓൾറെഡി മുടി നല്ല നീണ്ട മുടിയാണ്, പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് ചെയ്തു? നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു റിസൾട്ടും നമുക്ക് ആ ഒരു കാര്യങ്ങളും കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ ഇത് ചെയ്തുട്ടാ, അത് നല്ല സുഖമായിരുന്നു, നല്ല സ്മൂത്ത് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാല് ഏതൊരു കാര്യമാണെങ്കിലും നമ്മളത് മന്ത്ലി അല്ലെങ്കിൽ ഒരു വീക്കിലി ചെയ്തു പോകണം. നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ ഒരു സംഭവം അടിപൊളിയാണ്, നല്ലൊരു ക്രീമാണ്. നമുക്കിങ്ങനെ എഗ് വൈറ്റോ അല്ലെങ്കിൽ പഴോ സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു സ്മൂത്തനിങ് ക്രീം തയ്യാറാക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ കുറച്ചധികം ഇൻട്രോ ആയല്ലോ, സോറി. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് റോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് വേഗം എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ കാണാം. നമുക്കതിന് വേണ്ടിയിട്ട് ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് മതി. നിങ്ങൾ ഈ കാണുന്നത് നവരരി കുറുക്കാണ്. ഈ നവരരിയുടെ കുറുക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടാക്കുന്ന കഞ്ഞിവെള്ളമല്ലേ, ഇന്നത്തെ കഞ്ഞിവെള്ളം, അതാണെങ്കിലും നമ്മൾ എടുക്കുക. അപ്പോൾ ഏറ്റവും അടിയിലേക്ക് എടുക്കുക, നല്ല കട്ടിയായിട്ടുള്ള കൊഴുപ്പ് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ നവരരി പൊടിച്ചിട്ട് അതിലിട്ടിട്ട് നമ്മൾ ചൂടാക്കി കുറുക്ക് പരുവത്തിലെടുക്കുക. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറുക്കിയതിൽ നിന്ന് കുറച്ച് ഞാൻ നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് മുഖത്തും ഇടാം, അതേപോലെ തലയിലും തേക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം മുടിക്ക് നല്ലതാണ്. നവരരി നമ്മുടെ മുടി നന്നായിട്ട് കട്ടി വയ്ക്കുക, നമ്മുടെ ഓരോ മുടിയിഴകളും നല്ല കട്ടിയാവും. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് തേങ്ങാപ്പാലാണ്, ഫ്രഷ് തേങ്ങാപ്പാലാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട്, ഞാൻ തലേദിവസം എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഫ്രഷ് ആയത് ഒഴിച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം പാലെടുത്തപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ കട്ടിയായിരിക്കുന്നത്. അപ്പോൾ അത് നേരെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഈ നവരരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറുക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ 3 കൂടി കുറുക്കിയെടുക്കാം. തേങ്ങാപ്പാലും കഞ്ഞിവെള്ളവും നവരരി പൊടിച്ചതും കൂടി 3 ഒരുമിച്ചും കുറുക്കാം, കുഴപ്പമില്ല. ഞാൻ ഒരുമിച്ച് കുറുക്കിയിട്ടില്ല, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതിലേക്ക് പിന്നെ വേണ്ടത് 1 സ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യാം. മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കാനായിട്ട് തേങ്ങാപ്പാൽ പ്ലസ് ചെറുനാരങ്ങ നീര് ഒത്തിരി നല്ലതാണ്. പിന്നെ നവരരി എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്ക്, അതുപോലെ ഗ്രേ ഹെയർ ഉള്ളവർക്ക്, അതേപോലെ മുടിയുടെ ഓരോ ഇഴകളും ഭയങ്കര കട്ടിയില്ലാണ്ട് പൊട്ടിപ്പോകുന്ന ആ സ്വഭാവമുള്ളവർക്കും, അതേപോലെ മുടി നന്നായിട്ട് സ്മൂത്തായിട്ട് കിടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു മൊത്തം മിക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം. കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിൽ നല്ലത്. ഞാൻ പിന്നെ നമ്മളിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ബൗൾ എടുത്തെന്ന് മാത്രം. നന്നായിട്ട് മിക്സാക്കി കട്ടകളൊക്കെ ഉടച്ച് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അത് അങ്ങനെ ലൂസാക്കിയിട്ട് നമ്മളൊരു ക്രീം പരുവത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ശരിക്കും നമുക്കൊരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ, അപ്പോൾ വളരെ നല്ലതാണ് ഈ ഒരു മിക്സ്. നമുക്ക് ഇതിപ്പോൾ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ നമുക്ക് വീക്കിലി വൺസോ അല്ല മന്ത്ലി വൺസോ നമുക്ക്
നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഈ മുടിക്ക് കട്ടിയില്ലാത്തവരും ഉള്ളില്ലാത്തവർക്കൊക്കെ വളരെ നല്ലതാണ്. എനിക്കിത് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ മുടി നല്ല സ്മൂത്തായിരിക്കും, അതേപോലെ മുടി നല്ല ഉള്ള് വരും, അതേപോലെ ഉള്ളുള്ള പോലെ തോന്നുകയും ചെയ്യും, ഉള്ള് വരികയും ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഉള്ള് വരും, പിന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ളുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. കഞ്ഞിവെള്ളം കുറുക്കിയെടുക്കുന്നതുകൊണ്ട് തണവിൻ്റെ പ്രശ്നം നമുക്ക് വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചർ പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു വലിയ ഗ്യാപ്പുള്ള ചീർപ്പെടുത്തിട്ട് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് മുടിയുടെ ജടയുണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് കളയുക. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ മുടി എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. സമയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മുടിയിൽ തൊട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എണ്ണയൊക്കെ നന്നായിട്ട് ഒഴിവാക്കണം കേട്ടോ. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ എണ്ണ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം വലിയ ചീർപ്പെടുത്തി നന്നായിട്ട് ചെട കളഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ പല്ലുകളുള്ള ഗ്യാപ്പ് കുറഞ്ഞ പല്ലുകളുള്ള ചീർപ്പെടുത്തിട്ട് ആ ജട നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നല്ലോണം ജട മാറിയിട്ടുണ്ട്. ഇനിയും നമ്മൾ അങ്ങനെ ജട മാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ക്രീം നമ്മുടെ എല്ലാ മുടിയുടെ ഭാഗത്തും എത്തണം. ജട ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചില ഭാഗങ്ങളിൽ എത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മുടി നോക്കി അറിയാം തീരെ ജടയില്ല. നമ്മൾ മുടി ഇങ്ങനെ കൈ ഇങ്ങനെ ഓടിപ്പിക്കുമ്പോൾ വിരലോടിപ്പിക്കുമ്പോൾ മുടിയുടെ ഉള്ളിൽ തീരെ ജട ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം മുടി നമുക്ക് പാർട്ടീഷൻ, അതായത് 2 പാർട്ടായിട്ട് എടുക്കാം, 2 സൈഡിലേക്ക്. എന്നിട്ട് ഒരു സൈഡ് ജസ്റ്റ് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മളൊരു സ്മൂത്തനിങ് ക്രീമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ഇല്ലാണ്ട് നമ്മൾ വെറുതെ മുകളിൽ മാത്രം തേച്ചിട്ട് കാര്യമില്ല. ആ മുകളിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിലത്തെ മുടിയുടെ കുറേശ്ശെ ഭാഗങ്ങൾ എടുത്തിട്ട് മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മുടി ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പുറത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ മുടി എടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ചീർപ്പെടുത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചീകി നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ജട പോയി എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് മുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് വേണം തയ്യാറാക്കാനായിട്ട്. ജസ്റ്റ് ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ട് എല്ലാ തുമ്പ് വരെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പതുക്കനെ മുടി അറ്റം വരെ തേക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത് ആകാനും ഭയങ്കര പ്രശ്നമാണ് മുടി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറച്ചധികം ക്രീമും വേണം. അപ്പോൾ മുടി ലെങ്ത്ത് കുറവുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ, സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ തലയൊട്ടി മുതൽ നമ്മൾ തേച്ചിട്ട് ജസ്റ്റ് മുടി നമ്മളെടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് മുടി ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ മുടി ചെവിയുടെ ഭാഗത്തായിട്ട് നമ്മൾ പിരിച്ചിട്ട് വെക്കുക. അതായത് പോലെ ഇതങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നോളും. കാരണം മുടി തേക്കുമ്പോൾ തന്നെ മുടി ഇങ്ങനെ വട്ടി പോലെയാവും നമ്മളിത് ഈ ഒരു ക്രീം തേക്കുമ്പോൾ തന്നെ. അപ്പോൾ അതവിടെ ഇരുന്നോളും. വേറെ നമുക്ക് ബാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ? ഇനി നമ്മൾ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ മുടി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ കെട്ടി വെച്ചതിൻ്റെ ഭാഗത്ത് ബാക്കിയുള്ള മുടി ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ടില്ലേ, ആ മുടി നമ്മളെടുത്തിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് വീണ്ടും നമ്മളിതുപോലെ എന്താ പറയുക, അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്തതുപോലെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ കെട്ടി വെച്ചിട്ട് ആ എടുത്ത ഭാഗം നമ്മൾ വീണ്ടും കുറേശ്ശെ നമ്മുടെ ക്രീം എടുത്ത് തേച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ. അപ്പോൾ ചീർപ്പെടുത്തിട്ട് ജടയില്ല എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. കാരണം ജട ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ജടകളൊക്കെ നന്നായി മാറ്റിയിട്ട് ഇതുപോലെ നമ്മൾ തേക്കുക, അറ്റം വരെ തേക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ട്വിസ്റ്റ് ചെയ്ത് ചുരുട്ടി വെച്ചിട്ടില്ലേ ക്രീം തേച്ചിട്ട് അതിൻ്റെ കൂടെ വീണ്ടും മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ വെക്കുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതാ കണ്ടില്ല, 2 സൈഡിൽ നമ്മളിതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് പതുക്കെ ഇതൊക്കെ അഴിക്കുക. നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചാണ് കെട്ടി വയ്ക്കാൻ പോണത്. നമുക്കിതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാ മുടിയുടെ ഉള്ളിൽ നമ്മുടെ ക്രീം എത്തിയിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ കംപ്ലീറ്റ് അഴിച്ചെടുക്കുക.
അപ്പോൾ അത് അഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. നമ്മുടെ ഓരോ മുടിയും നല്ല കട്ടിയായിട്ട് നല്ല ബലത്തിലാവും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് നമ്മുടെ നിറയുടെ ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയും കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട്. ബാക്കി നമ്മുടെ പുറത്തില്ലേ, മുടിയുടെ പുറം ഭാഗത്ത് അവിടെ ചിലപ്പോൾ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ് ആവാനായിട്ട്. അപ്പോൾ എല്ലാ മുടിയും കൂടി നമ്മൾ കെട്ടി വയ്ക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ തലയുടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഞാൻ പുറത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കുറച്ച് അങ്ങോട്ട് മങ്ങി, കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഫൈനലായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതാ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നന്നായിട്ട് ഉണങ്ങി. നേരത്തെ കുറച്ചൊന്നും ഉണങ്ങാണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നിങ്ങൾ കണ്ടപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല സ്മൂത്ത്, നല്ല സിൽക്കി ആയിട്ടിരിക്കും. അതേപോലെ നമുക്ക് കുറച്ച് ഉള്ളുകളും എപ്പോഴും ഒരു വള്ളി വരും. ഉള്ള് കുറവുള്ളവർക്ക് നല്ല ഉള്ള് തോന്നിക്കാനുള്ള ഒരു പാക്ക് കൂടിയാണ്. നമുക്ക് നല്ലൊരു അതായത് പരുക്കന്നല്ല, നല്ലൊരു തിക്ക് തോന്നും. നമുക്ക് ഓരോ മുടിയഴയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു ബലത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഇരിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയിൽ ഇരിക്കും തോറും അത് എന്താ പറയാ, ആ ഒരു എണ്ണ നന്നായിട്ട് എണ്ണമയം പോലെ ആവും. അപ്പൊ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു താളിപ്പൊടി അങ്ങനെ വെച്ച് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് ഷൈനി ആയിട്ട് കിടക്കണമെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയുക ഷാമ്പൂസ് ഉപയോഗിക്കുക. ഇല്ലേ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഷാമ്പൂ ഉപയോഗിക്കേണ്ട കാര്യമില്ല. താളിപ്പൊടി നമുക്ക് മേടിക്കാൻ കിട്ടണമല്ലോ, അതായത് പതുള്ള ടൈപ്പ്, ആ ടൈപ്പ് പൊടി ഉപയോഗിക്കാൻ കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നല്ല അടിപൊളി പാക്കാണ് കേട്ടോ, നല്ല സൂപ്പർ പാക്കാണ്. പിന്നെ ഞാൻ ആകെ വേർത്തു കുളിച്ചാണ്ടിരിക്കുക, കാരണം ഒരു രക്ഷയില്ല. ഇവിടെ വീട്ടിലെ ഭയങ്കര ചൂടാ. ഫാൻ ഇട്ട് കഴിഞ്ഞ് പിന്നെ പര സൗണ്ട് ആവും. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. ഫാൻ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കണ ജാമ്പുവിന്റെ കാലത്തുള്ള ഫാനാന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പരമാവധി റിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.